നമ്മളൊക്കെ എവിടേക്കാണ് പോകാൻ തീരുമാനിക്കുന്നത്? നമ്മളിന്ന് ചുമ്മാ ഒന്ന് വാക്കിങ് ഇറങ്ങുകയാണ്. ഇവിടെ നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിലോട്ട് എല്ലാവരും കൂടി സ്ഥലത്തിന് പേര് കുണൂണ ഹിപ്സി കുണൂണ ഹിപ്സി പേരൊന്നും അറിയില്ല. കൂടെ കുറച്ച് പേരൊക്കെ ഉണ്ട്. നേരെ ഉണ്ട്. പുതിയ 2 ഗസ്റ്റ് ഉണ്ട്. റൈഡർ വരുന്നുണ്ട്. അത് റൈഡർ കണ്ണാപ്പി. റൈഡർ ഇർഫാനൊക്കെ ഉണ്ട്. ആകാശുണ്ട്. ബിമലുണ്ട്. നേരെ എവിടേക്കോ വെച്ച് പിടിക്കുന്നുണ്ട്. കുറേ നേരമായി നടക്കാൻ തുടങ്ങിയിട്ട്. ഏകദേശം ഇപ്പം എത്ര നേരമായിട്ടുണ്ടാവും? 1.5 hour ആയിട്ടുണ്ടാവും. ഇതൊക്കെ തിരിച്ച് നടക്കണ്ടേ? ഇല്ല, തിരിച്ച് നമ്മൾ ബസ്സിൽ വരും. നേരെ കുറച്ചുണ്ട്. അധികം കൂടെ കഴിഞ്ഞാൽ ബസ്സുണ്ട് എന്ന് പറയാം. അപ്പോൾ ഇനി അധികം ബസ്സിൽ കയറാനുള്ള പ്ലാനൊക്കെ ഉണ്ട്. ഇന്ന് ഡുൾട്ടിന് പോകണ്ട. ഇന്ന് ഡുൾട്ടില്ല. ഇന്ന് കുറച്ച് പരിപാടികൾ പോയിട്ട് നമ്മൾ ഉച്ചയ്ക്ക് നല്ല ബിരിയാണി കഴിച്ചു. അപ്പോൾ അതിൻ്റെ ഇന്നൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കേൾക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങിയാണ് ഒന്ന് വാങ്ങി. ബിരിയാണി കഴിച്ചാൽ ഫുൾ 1.5 ഉറക്കം. ഓക്കെ. പിന്നെ വേറൊരു കാര്യം പറയാം. റോട്ടിൻ്റെ ഔട്ട്ലുക്ക് എങ്ങനെയുണ്ടെന്ന് പറയണം ഗൈസ്. സെറ്റ് കോസ്റ്റ്യൂം നേരെ പൂക്കളുള്ള ഡ്രസ്സൊക്കെയാണ്. മഞ്ഞപ്പൂക്കൾ വേണം പറഞ്ഞിട്ട് വിട്ടാൽ. പിന്നെ നമ്മുടെ പുറകിൽ വരുന്നത് ഫോട്ടോഗ്രാഫേഴ്സാണ്. ഇവര് പക്കയായിട്ട് സ്റ്റില്ലും കാര്യങ്ങളൊക്കെ എടുത്തു തരുന്നുള്ള ഒരു വിശ്വാസത്തിലാണ് നമ്മളെടുത്ത് പുറപ്പെട്ടത്. പക്ഷെ ഇതുവരെ ഒന്നും എടുത്തിട്ടില്ല ഗൈസ്. നല്ല സ്പോട്ട് കിട്ടിയില്ല. ഏതൊക്കെയോ നല്ല സ്പോട്ട് ഉണ്ട് പറഞ്ഞിട്ട് ഭീമയിൽ കുറച്ച് നേരമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഒന്നും അങ്ങോട്ട് ആയിട്ടില്ല പുള്ളിക്കാരന്. ഇവിടെ ഏതാ നല്ല സ്പോട്ട് ഭീമിലെ? അത് നല്ല സ്പോട്ടായിരുന്നു. ഒരു വീടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ പുല്ല് വെട്ടിയതാണ്. ഇവിടെയൊക്കെ നല്ല വെട്ടിക്കളഞ്ഞു. എല്ലാം കഴിഞ്ഞിറങ്ങി കിടക്കുക. പിന്നെ ഇവിടെ ഞങ്ങൾ അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതില്ല കേസ്. അത് ഇപ്പം ബംഗ്ലാവ് ഉണ്ട്. നക്ഷത്ര ബംഗ്ലാവ് ഒന്നുമില്ല. നേരെ ചെറിയൊരു സൺസെറ്റ് കാണാം. അതെ. പക്ഷെ അവിടെ നിന്നാൽ റൈൻസ്റ്റോക്കിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണാം. OTH കോളേജൊക്കെ കാണാം. ടൗൺ യൂണിവേഴ്സിറ്റി കാണാം. പിന്നെ അവിടെ ഒരു പാർക്കുണ്ട്, ചെറിയൊരു പാർക്ക്. 2-3 റൈഡൊക്കെ. റൈഡ് എന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് കളിക്കാണ്. അതൊക്കെ ഉണ്ട്. പിന്നെ അതിൽ ഇറങ്ങി താഴോട്ട് പോയാൽ നമുക്ക് ബസ് സ്റ്റോപ്പിലും ചെല്ലാം. പിന്നെ ഇതിന് തൊട്ട് താഴെ ഒരു അരുവി പോകുന്നുണ്ട്. താഴെക്കൂടെ ഒരു നേരെ സൂക്ഷിച്ച് നോക്കിയാൽ അരുവിയാണ്. മരം മറിഞ്ഞിട്ട് കാണുന്നില്ല. കുറച്ചും കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് ദൂരം നടക്കാണ്ട് കേസ്. സിയാദ് ആദ്യമായിട്ടാണ് വരുന്നത്? അല്ല, ഇതെൻ്റെ 2ാമത്തെ പ്രാവശ്യം. ഞാൻ 2ാമത്തെ തവണ വരുന്നത്. ഇതൊക്കെ ഇവിടെ ഒരു ഇതിപ്പോൾ ജർമ്മൻ ബിമൽ വായിച്ചിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു. എല്ലാം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്താൽ പൂവിൻ്റെ സംഭവത്തിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വായിച്ചാൽ മതി. ഇവിടെയും ഉണ്ട്. ഇവിടെ ഫോട്ടോ സെക്ഷനൊക്കെ ഇങ്ങനെ ചെറുതെ വരുന്ന വഴിക്ക് ഇങ്ങനെ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ ജർമ്മനി ഇഷ്ടപ്പെട്ടത്? ഈ പ്രകൃതി ഇത് നമ്മുടെ നാടെത്തിയിരുന്നു. ഇവിടെ ഫുള്ള് ഒഴിഞ്ഞ സ്ഥലങ്ങളാണ്. ഇതൊക്കെ എന്തിനാണ് ഇവിടെ അങ്ങനെ? ഇല്ല, ഇവിടെ ഇനി കുറച്ച് കൃഷിയൊക്കെ ഒരു പറവ ചുമ്മാ കളിക്കുന്നുണ്ട്. കാണുന്നില്ല. ഒരു പറവേ ഉള്ളൂ. ഇപ്പോൾ പറക്കാൻ തുടങ്ങി ഇതുവരെ. പിന്നെ ഇവിടെ ഇഷ്ടം പോലെ മുയലുണ്ട് ഗൈസ്. അവിടെ കുറേ മുയലുണ്ട്. പക്ഷെ മുയലിനൊന്നും പിടിക്കാൻ പറ്റില്ല. ഹണ്ടിയാട്ടോ അവിടെ. ഹണ്ടിങ് അലൗഡാ. നേരെ ഇർഫാനിക്കൊക്കെ അവിടെ ഹണ്ടിങ് അലൗഡ്. വടിയൊക്കെ ആയിട്ടാണ് നടത്തുന്നത്. മുയലിനെ കണ്ട അപ്പം അടിക്കാൻ നിൽക്കണേ. മുയലിനെയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഇവര് പെറ്റ്സിനെ ഭയങ്കരമായിട്ട് കാര്യമായിട്ട് അല്ലേ? ഭയങ്കര കാര്യമാണ്. നേരെ ഇങ്ങനെ കുറേ ദൂരം നടക്കാണ്ട് തോന്നുന്നു. ഭീമല ഇനി എത്ര ദൂരം നടക്കാണ്ട്? നടക്കാം. നമുക്ക് ഇവിടെ നേരെ പോയിക്കുന്ന ഒരു പാർക്ക് എത്തും.
ഇഷ്ടംപോലൊന്നുമില്ല. ഉണ്ട്. അതിൻ്റെ വരെ പോവാം. നമ്മളാ പാർക്ക് വരെയല്ലേ പോയുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്കും പോകാൻ പറ്റും. പോകാൻ വരല്ലേ ഒന്നുള്ളൂ. നമ്മളാ പാർക്ക് വരെ പോയുള്ളൂ. പാർക്ക് വരെ പോകുന്നു. ഇത് താഴത്തോട്ടുള്ള വഴി. നേരെ ഇവിടെ നേരെ ഇത് ഇങ്ങനെ ഷോർട്ട് അടിച്ചിട്ട് പോയി. ഇവിടെ അപ്പുറത്ത് ടൗൺ ഉണ്ട് ഗൈസ്. ഈ പുഴ കടന്നു കഴിഞ്ഞാൽ അപ്പുറത്ത് ടൗണോ? കുറേ ദൂരം ഇങ്ങനെ നടന്നപ്പോൾ എവിടെയോ ഒരു ചെറിയ ടൗൺ എത്തിയിട്ടുണ്ട്. ഏതാ ടൗണെന്ന് ഒക്കെ നമ്മുടെ ഉമ്മറത്ത് കാണുന്നത് ഏത് ടൗണാണ്? ഉമ്മറത്ത് കാണുന്ന ടൗൺ എന്ന് പറയുന്നത് റഗൻസിന്റെ ഒരു ഭാഗം തന്നെയാണ്. റഗൻസ് നമുക്ക് ഇൻഫിനിയോൺ കമ്പനിയാണ് കാണുന്നത്. അവിടെ നിന്ന് ആ ഒരു റെഡും ആഷ് കളറും ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ, അവിടെയാ കാണുന്നത്. ഈ കമ്പനി ഏതാ? ഇൻഫിനിയോൺ ഇൻഫിനിയോൺ. ഇൻഫിനിയോൺ കമ്പനിയാണ്. ഈ ടൗൺ ഏതാ? റഗൻസ്ബർഗ്. റഗൻസ്ബർഗിന്റെ ഒരു സൈഡാ. ഈസ്റ്റ് ഒക്കെ ആയിട്ട് വരും. ഇത് ഏതാ പുഴന്നറിയാം നിനക്ക്? സ്റ്റോൺ ബ്രിഡ്ജിൽ നിന്ന് വരുന്ന ഇത് ഏതാ പുഴ? ഡെന്യൂബ് ഡെന്യൂബ്. ഡാന്യൂബ്. അവിടെ അവിടെ ഇത് ബ്രിഡ്ജൊക്കെ ഉണ്ടല്ലോ. അത് റഗൻസും മ്യൂണിക്കായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു ബ്രിഡ്ജാണ്. ആ കാണുന്ന ബ്രിഡ്ജ് ഏകദേശം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആ കാണുന്നത് പെൻഡ്ലിംഗ് ആണ്. ഏകദേശം എല്ലാം കാണാൻ പറ്റും. ആ ടവർ കാണുന്നത് പെൻലിംഗ് ആണ്. അങ്ങോട്ട് പോകാനാണ് നമ്മുടെ സ്റ്റോൺ ബ്രിഡ്ജ്. ബുൾട്ടിന്റെ ബുൾട്ടിന്റെ ഫെസ്റ്റ് ഒക്കെ നടക്കുന്ന സ്ഥലം അവിടെയാണ്. അവിടെയാണ് ഗൈസ് നമ്മുടെ സ്റ്റോൺ ബ്രിഡ്ജും ഡുൾട്ടൊക്കെ നടക്കണ ഏരിയ. ആ ഏരിയ നേരെ ഓപ്പോസിറ്റ്. താഴെ ഹൈവേ അല്ലേ അതോ പോക്കറ്റ് റോഡുകളൊക്കെയാണോ? അല്ല, ഹൈവേ തന്നെയാണ്. ഇവിടെ ഇങ്ങനെ താഴെ കൂടെ ഒരു ഹൈവേ ഇങ്ങോട്ട് പോകുന്നുണ്ട്. സാധാ ഹൈവേ. ആ താഴെ നമ്മുടെ നാട്ടിലെ സ്റ്റേറ്റ് ഹൈവേ ആണ് പോകുന്നത്. പക്ഷേ താഴെ കുറെ വീടുകളുണ്ട്. തൊട്ട് താഴെ പിന്നെ കുറെ കൃഷിക്ക് വേണ്ടി പോളി ഹൗസ് ഉണ്ട്. പോളി ഹൗസ് ഉണ്ട്. പോളി ഹൗസ് അവിടെയൊക്കെ ഒരു ഗ്രൗണ്ടൊക്കെ ഉണ്ട്. അതെ, ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ഞാൻ കാണുന്നു. ആ സിന്തറ്റിക് ഗ്രൗണ്ടൊക്കെയാണ് സിന്തറ്റിക്കും കാണുന്നു. ഗൈസ്. ഇവിടെ ഒരു സിന്തറ്റിക് ഗ്രൗണ്ടൊക്കെ ഉണ്ട്. പോളി ഹൗസ്. ആ അവിടെ കുറേ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോളി ഹൗസ് ഒക്കെ ഉണ്ട് ഗൈസ്. അവിടെ കുറേ ഉണ്ട്. അവിടെ താഴെ ആ താഴെ സ്ട്രോബെറി ഒക്കെ കൃഷി ചെയ്യുന്നുണ്ട്. നമുക്ക് അവിടെ എൻട്രി ഫീസ് വരുന്നത് 3 യൂറോ ആണ്. ആ ഉള്ളൊക്കെ നമുക്ക് കയറി കാണാൻ പറ്റുമോ? അത് കയറി കാണാൻ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് സ്ട്രോബെറി കഴിക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ഉണ്ട്. നമുക്ക് 3 യൂറോ വരുന്നുണ്ട്. നമുക്കത് പറിച്ചിട്ട് കൊണ്ടുവരാനും പറ്റും. അപ്പോൾ 3 യൂറോയ്ക്ക് അവിടെ അൺലിമിറ്റഡ് ആയിട്ട് സ്ട്രോബെറിയും കഴിക്കാം. ഏകദേശം നമുക്ക് വയർ നിറച്ച് കഴിക്കും ചെയ്യാം. വീട്ടിലേക്കും കൊണ്ടുവരാം. അതെ, കഴിക്കുന്നതല്ല, നമ്മൾ ആ തോട്ടം ശരിക്കും നമുക്കത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. നമ്മുടെ നാട്ടിൽ കിട്ടാത്തൊരു ഫീലല്ലേ, അത് നമുക്ക് അവിടെ നിന്ന് അനുഭവിച്ചറിയാൻ പറ്റും. സെറ്റ്. ക്ഷീണിച്ചില്ലേ നമ്മള്? ഒരു ക്ഷീണിച്ച് ഇവിടെ ഇവിടെ ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിളിൽ എങ്ങനെ വന്നിരിക്കുകയാണ്. നേരെ അവരൊക്കെ വരുന്നേ ഉള്ളൂ. നേരെ കുറേ ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് അവിടെ. നേരെ അവർ വന്നിട്ട് നേരെ വെയിറ്റ് ചെയ്യട്ടെ ഗൈസ്. താഴെ കൂടെ ഒരു സ്പീഡ് ബോട്ടൊക്കെ പോകുന്നുണ്ട്. അത് നേരെ കറവടിച്ച് വരികയാണ്. നീ എടുക്കട്ടാ ശ്രീ കുട്ടി. അതെ സമയത്ത് ഇപ്പം 8:30 ഇവിടെ. 8:30 കാലാവസ്ഥ കാലാവസ്ഥയല്ല ഇപ്പോൾ. 8:30 കഴിഞ്ഞു. ഇപ്പം ഏകദേശം കാണിച്ചിടാം. ഇതാണ് 8:30 കാലാവസ്ഥ. ഇപ്പം ഏകദേശം സമയം എത്ര മണി വരെ ഉണ്ട്? ഇപ്പോൾ ഒരു 4:30-5 മണി ടൈമാണ്.
ഇവിടെ ഫീൽ ചെയ്ത്. പക്ഷെ സമയം 8:30 ഇത് ഏകദേശം എത്ര മണി വരെ ഇങ്ങനെ ഈ കാലാവസ്ഥ തന്നെ ഉണ്ടാവും? ഈ കാലാവസ്ഥ രാത്രി ഇതേ കാലാവസ്ഥയായിരിക്കും. 10 മണി വരെ. ഡേ ടൈം കൂടുതലാണ് ഇവിടെ. ഒരു ഒക്ടോബർ വരയ്ക്കും ഡേ ടൈം അത്യാവശ്യം ഉണ്ടാവും. രാവിലെ എത്ര മണിക്ക്? നേരം വിളിക്കാം. രാവിലെ ഒരു 4:30 ആകുമ്പോഴേക്കും സൺറൈസ് ഉണ്ടാവും. സൺറൈസ് നേരത്തെയോ? വെളിച്ചം വരും. അപ്പോൾ നമ്മൾ നേരെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടാ. കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. ഇവരൊക്കെ ഇങ്ങനെ പോകാൻ പറ്റുള്ള വരാനിരിക്കുന്നുള്ളൂ. എല്ലാവരും ഇനി ഇൻസ്റ്റാഗ്രാമിൽ കുറച്ചൊക്കെ നിറയും. അവിടെയും ഇവിടെയൊക്കെ ടാഗും സ്റ്റോറിയൊക്കെ നടക്കും. എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. തിരിച്ച് നടക്കാനുള്ള ഒരു പ്ലാനാണ്. ഇങ്ങോട്ട് നടന്നാൽ 3 കിലോമീറ്റർ, ഇങ്ങോട്ട് നടന്നാൽ 2.5 കിലോമീറ്റർ. ഞങ്ങൾ ഏത് ചൂസ് ചെയ്യും? അത് ഏത് ചൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും വന്ന വഴി തിരിച്ചു കൊണ്ടല്ലോ പറഞ്ഞിട്ട് പുതിയ വഴി തേടിയിട്ട് ഒരു 2.5 ഫ്യൂച്ചർ പ്ലാനുള്ളൊരു വീടാണ് ഗൈസ്. ആ കാണുന്ന വീട് ഒരു ഫ്യൂച്ചർ ഞങ്ങൾ ഭാവിയിൽ പണിയാൻ പോകുന്ന വീടാണ്. ആ ഒരു വീട്. ഇങ്ങനത്തെ ഒരു വീടൊക്കെ കെട്ടണം. അതേപോലെ ഒരു ഫാമൊക്കെ പണിയണം. എന്നിട്ട് നാട്ടായിട്ട് നിൽക്കണം. ഇവിടെയായാലും സെറ്റാണ്. ഇവിടെയാണ് ഇത്തിരി സെറ്റ്. ഇങ്ങനത്തെ ഒരു ഫാമൊക്കെ ഓൺ ചെയ്യണം. അതുപോലെ ഇവിടെയായിട്ട് സെറ്റാവണം. അതെ. അതിന് ഏതെങ്കിലും ഒരു കൃഷിക്കാരനെ പറ്റിപ്പെടണം. സുജി, നിനക്കെങ്ങനെ ജർമ്മനി ഇഷ്ടപ്പെട്ട? ചോദിച്ചാൽ നാട്ടിൽ നമുക്ക് പോരട്ടെ. നാട്ടിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റി കുറവാണ്. ഓപ്പർച്യൂണിറ്റി കുറവാണ്. പക്ഷേ ഇവിടെ ഒരു ഡിഗ്രി എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ജോലി കയറി കിട്ടിയാൽ ഇവിടെ നൈസാണ്. ഒരു ജോലി ഇവിടെ അല്ല, ഒരു സാധാ ഒരു ജോലിയാണെങ്കിൽ ഇതായിട്ടുള്ള ഒരു ഇതുണ്ട്. നല്ല റെസ്പെക്റ്റ് ഉണ്ട്. റെസ്പെക്റ്റും ഉണ്ട്. അത് മാത്രമല്ല ഏണിങ്സും ഉണ്ട്. പേയ്മെന്റ് ഉണ്ട്. നല്ല പേയ്മെന്റ് ഉണ്ട്. ഏകദേശം ഒരു 700-ൻ്റെ അടുത്ത് ബാക്കി സേവ് ചെയ്യാൻ പറ്റും. അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. എന്തായാലും ഞങ്ങൾ അതിനെപ്പറ്റി ഒരു വീഡിയോ മൊത്തത്തിൽ ചെയ്യുന്നുണ്ട്. അത് പിന്നെ വർക്ക് സ്റ്റുഡൻറ്റ് ചെയ്യുന്നതും അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അത് വേറെ പ്രോജക്ട്സ്. അത് കുറച്ച് ലെങ്തിയാണ്. കുറച്ച് ഡീറ്റെയിൽ അതിൽ കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഇവിടുത്തെ എന്തൊക്കെ ചിലവ്, ഇവിടുത്തെ ഓരോ നടക്കുന്ന കാര്യങ്ങളും, ഏത് വഴിയൊക്കെ എമൗണ്ട് താനേ പോകും എന്നൊക്കെ കുറേ പറയാനുണ്ട്. അത് വേറെ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാണ്. നേരെ തിരിച്ച് ബസ് കയറേണ്ട റൂട്ട് പിടിക്കുകയാണ്. നേരെ എവിടേക്കാണ്? ബാൻ ഓഫ് അല്ല, നമ്മൾ നേരെ സ്റ്റൈൻ വഴിക്ക് പോകണം. സ്റ്റേൻ്റെ റൂമിലോട്ട്. റൂമിൻ്റെ അവിടുത്തെ ഒരു 2ാമത്തെ സ്റ്റോപ്പ്. ഇന്ന് ലീവ് ആയതുകൊണ്ട് ബസ്സൊക്കെ വിറ്റ് മൺഡേ. ഇന്ന് വിറ്റ് മൺഡേ. ഇന്ന് എല്ലാം ഇവിടെ പബ്ലിക് ഹോളിഡേ ആണ് ജർമ്മനി മൊത്തം. പിന്നെ നാളെ അവധിയാണ് പറഞ്ഞു. എന്തിൻ്റെയാണെന്നറിയില്ല. പൊതുവെ എല്ലാവിടെയും ഒന്ന് അവധിയാണ് പറഞ്ഞു, നാളെയും കൂടി. അപ്പോൾ ഇന്നും നാളെയും സെറ്റാണ്. ഉച്ചയ്ക്ക് കഴിച്ചതൊക്കെ ദഹിച്ചു. ഇന്ന് സമീറിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അത് ബർത്ത്ഡേ സാറ്റർഡേ ആയിരുന്നു. ബർത്ത്ഡേ സാറ്റർഡേ. നേരെ അതിൻ്റെ ട്രീറ്റ് എന്നായിരുന്നു. മൺഡേ ഇന്ന് ചെയ്ത് ഇന്ന് ട്രീറ്റ് കഴിഞ്ഞ് ഫുൾ ഒരു ഉറക്കം ഉറങ്ങിയിട്ട് നേരെ ഈവനിങ് ഒരു വാക്കിന് ഇറങ്ങിയതാണ്. ഒരു 5-5:30 ഇറങ്ങി. നേരെ ഇപ്പോൾ 8-8:30 നേരെ എന്നിട്ടും ഇരുട്ടിയില്ല. നേരെ ഈ ഏകദേശം ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ഏത് മാസം വരെ ഉണ്ടാവും? ഇതൊരു ഒക്ടോബർ വരെ ഈ ഒരു ക്ലൈമറ്റ് ആവും. അതുകൊണ്ടാണ് കഴിഞ്ഞ സെപ്റ്റംബറിൽ ഞാൻ നാട്ടിൽ പോയി. അപ്പോൾ ആ സെപ്റ്റംബർ വരയ്ക്കും ഇതേ ഒരു ക്ലൈമറ്റ് ആയിരുന്നു ത്രൂ ഔട്ട് ഉണ്ടായിരുന്നത്. പെട്ടെന്ന് ആ മാസങ്ങളിലൊക്കെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു 4:30 ആകുമ്പോൾ തന്നെ പെട്ടെന്ന് ഇരുട്ടാവും. അതും കൂരാക്കൂര ഇരുട്ട്, കണ്ണും പോലും കാണില്ല, അമ്മാതിരി ഇരുട്ട്. ഇവർ ഏതൊക്കെയോ വഴി കൂടെ കൊണ്ടുപോകണം കേസ്. വഴി ചില്ലറ വഴിയില്ല കേട്ടോ. വഴി ഇത്തിരി സ്ലോപ്പ് കൂടുതലാണ്. എന്തായാലും പിടിച്ച് വേണം. നേരെ ഏതെങ്കിലും ഒരു ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ട് കാണാം കേസ്. ബൈ. Regensburg auf dem Steiger Brücke.